ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവ് ഒരു പഞ്ചവർണ്ണ കിളിയെ വാങ്ങി. രാജാവിന് അതിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിയതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കിളി. അതിനെ തൻ്റെ ഉദ്യാനത്തിലാക്കിയിട്ട് അതിനെ പരിചരിക്കാനായിട്ട് ജോലിക്കാരെ നിയമിച്ചു. ജോലിക്കാർ അതിന് കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. രാജാവും ഒഴിവു സമയങ്ങളിലൊക്കെ ഈ പക്ഷിയെ കാണാനായിട്ട് ഉദ്യാനത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവും ജോലിക്കാരും മനസ്സിലാക്കി ഒരു സത്യം, അതായത് ഈ പക്ഷി പറക്കുന്നില്ല എന്ന്. അതിൻ്റെ ചിറകുകൾക്ക് ഇനി എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതാണോ, തകരാറ് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ശേഷിക്കുറവാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയി. രാജാവ് വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് ഈ പക്ഷിയെ പരിശോധിപ്പിച്ചു. അവർ പല രീതിയിൽ ഈ പക്ഷിയെ എങ്ങനെയെങ്കിലും പറക്കാൻ സഹായിക്കാൻ കഴിയുമോ എന്ന് നോക്കി. പക്ഷേ 18 അടവ് നോക്കിയിട്ടും പക്ഷി പറക്കുന്നില്ല. പക്ഷി എപ്പോഴും ഒരു മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ഒരു കൃഷിവലൻ വന്നു. അയാൾ വന്ന് പക്ഷി ഈ മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അയാൾ ജോലിക്കാരോട് പറഞ്ഞു, ആ കമ്പ് അങ്ങ് വെട്ടിക്കളഞ്ഞേരെ, പക്ഷി ഇരിക്കുന്ന കമ്പ്. ജോലിക്കാർ പക്ഷി ഇരിക്കുന്ന കമ്പ് വെട്ടി മുറിച്ച് മാറ്റി. അപ്പോഴേക്കും പക്ഷി പറന്നു. പക്ഷിക്ക് ആ മരക്കൊമ്പ് ഒരു കംഫർട്ട് സോണായിരുന്നു. അതിലിരുന്നാൽ അതിന് അധ്വാനിക്കേണ്ട, ഭക്ഷണമൊക്കെ സമയം പോലെ അതിന് കിട്ടിക്കോളും, അതിന് പറക്കാനൊന്നും ശ്രമിക്കേണ്ട. അതായിരുന്നു പക്ഷിയുടെ മനോഭാവം. പക്ഷേ കംഫർട്ട് സോണ് ഒഴിവായപ്പോൾ ആ മരക്കൊമ്പ് മുറിച്ചു മാറ്റിയപ്പോൾ പക്ഷി ഒന്നും ചെയ്തില്ലെങ്കിൽ പക്ഷി താഴെ വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി പക്ഷി പറന്നതാണ്. പിന്നെ അത് സ്ഥിരമായിട്ട് പറക്കാൻ തുടങ്ങി. മനുഷ്യരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. കംഫർട്ട് സോണ് പലപ്പോഴും പുരോഗതിക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമൊക്കെ തടസ്സമായി നിൽക്കാറുണ്ട്. കാരണം കംഫർട്ട് സോൺ നൽകുന്ന ആ സുഖാനുഭൂതിയിൽ അവിടെ നിന്ന് പോകാൻ പലർക്കും തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ആ നിലവിലിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിൽക്കേണ്ട അവസ്ഥ പലർക്കും വന്നു ചേരുന്നു. എന്നാൽ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുകയാണെങ്കിൽ വളർച്ചയുണ്ടാകും, പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെയോ അപകടത്തിൻ്റെയോ ഒക്കെ രീതിയിൽ ഈ കംഫർട്ട് സോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ആളുകൾ, കംഫർട്ട് സോണിൽ കുത്തിയിരിക്കുന്ന ആളുകൾ, അവർ കൂടുതൽ വളർച്ചയിലേക്ക് അവർ നടന്നെടുക്കും. അവർക്ക് പുരോഗതി ഉണ്ടാവും. കാരണം അവർ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ രീതികൾ, പുതിയ പുതിയ അധ്വാനങ്ങൾ ഇതെല്ലാം ചെയ്യും. എന്നാൽ ഇത് ഇങ്ങനെ അല്ലാതെയും കംഫർട്ട് സോണിന് പുറത്ത് കിടക്കാം. സ്വയം ആ കംഫർട്ട് സോണ് ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചാൽ മതി. അങ്ങനെ സ്വന്തം തീരുമാനത്തിൽ കംഫർട്ട് സോൺ ഉപേക്ഷിച്ചാലും അവർക്ക് പുറത്തു വന്ന് വലിയ പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചേരാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.